നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ അറിയാതെ എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഈ കുഞ്ഞ്. ഇനി ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മാഡം, മാധുരിയുടെ മരണം കരുതിക്കുട്ടി നടത്തിയ ഒരു കൊലപാതകമാണെന്ന് കേസെടുത്തത് പോലീസാണ്. അതായത് സർക്കാർ എടുത്ത കേസ്. കോടതി ജയറാമിനെ വെറുതെ വിട്ടു. അവർ അപ്പീലിന് പോയതുമില്ല. നമുക്ക് അപ്പീലിന് പൊയ്ക്കൂടെന്ന് ഞാൻ ചോദിച്ചത്. അതൊരു കൊലപാതകമാണെന്ന് ചൂണ്ടിക്കാട്ടി മാഡത്തിന് രണ്ടാമത് കേസ് ഫയൽ ചെയ്യാം. ആ കേസുമായി നമുക്ക് മുന്നോട്ട് പോവാം. എങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യണം. ആ ജയറാമിനെ അങ്ങനെ വെറുതെ വിട്ടൂടാ. നമുക്കത് ഉടനെ ചെയ്യാം മാഡം. എത്രയും പെട്ടെന്ന് ചെയ്യണം. ഈ കേസിൽ അവർ അപ്പീലിന് പോകുന്നില്ല എന്ന് നമ്മൾ വൈകി അറിഞ്ഞത്. അപ്പൊ നാളെ തന്നെ ഈ കേസ് ഫയൽ ചെയ്യണം. അവൻ അങ്ങനെ രക്ഷപ്പെട്ടു പോവണ്ട. എന്നെ വിഡ്ഢിയാക്കി അങ്ങനെ ആരും ഇവിടെ ജീവിക്കണ്ട. പിന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യണം. എന്താ മാഡം? ഇതെവിടെ പോയി അമ്മയും കുഞ്ഞും? ഇനി പുറത്തേക്ക് എങ്ങാനും പോയോ? പുറത്ത് പോയി നോക്കാം. അമ്മ ഇതെവിടെ പോയിരുന്നു? എവിടെ പോവാൻ? ഞാൻ അവളുടെ അടുത്ത് കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന്റെ അടുത്തുണ്ടായിരുന്നു. എന്തു പറ്റിയമ്മേ? അമ്മയുടെ മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ. എന്തോ ഉണ്ടായല്ലോ. എന്താ അമ്മേ? അത് എന്നോട് ഒളിച്ചു വെക്കേണ്ട അമ്മേ. അവള് വല്ലതും പറഞ്ഞോ ആ മൈഥിലി? പറഞ്ഞാലേ അവളെ ഞാൻ ശരിപ്പെടുത്തും. അവളൊന്നും പറഞ്ഞില്ല മോളെ. അതല്ല പിന്നെ അത് മൂക്ക് അമ്മയുടെ അടുത്തൊന്ന് പോകുന്നതിൽ സങ്കടമാണോ? ചെങ്കരി മുത്തല്ലേ, അമ്മയുടെ സുന്ദരി കുട്ടിയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് അവളുടെ അജണ്ട. ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അവളുടെ വശത്താക്കണം. കുഞ്ഞിന് അവളില്ലാതെ പറ്റില്ല എന്ന അവസ്ഥ വരുത്തണം. അങ്ങനെ പതുക്കെ വീണ്ടും കാർത്തിയേട്ടനിലേക്ക് അടുക്കണം. അതൊന്നും നടക്കില്ല. നടക്കില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇവളുടെയൊക്കെ മനസ്സ് വല്ലാത്തതാമേ, വിശ്വസിക്കാൻ പറ്റില്ല. നീ ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ച് ടെൻഷൻ ആവാതെ മോളെ. എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാനാ അവളുടെ പ്ലാനിങ്. അവളുടെ ഷോ ഞാൻ അവസാനിപ്പിക്കും. ഇഡിയറ്റ്. ഞാൻ അറിയാതെ എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഈ കുഞ്ഞ്. ഇനി ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കാപ്പി. ഇതെത്ര കാക്ക മലർന്നു പറക്കാൻ തുടങ്ങിയോ? കാക്ക മലർന്നോ തിരിഞ്ഞോ പറക്കട്ടെ, അതിന് ഞാനെന്തു വേണം? കാപ്പി കുടിക്ക. നന്ദിനി മുളന്തി. ഓ, മകള് കാപ്പി തന്നാലേ തൊണ്ടേന്ന് ഇറങ്ങത്തുള്ളൂ. ഭാര്യ കാപ്പി പോയിട്ട് പച്ചവെള്ളം പോലും എനിക്കെടുത്ത് തരാറില്ലല്ലോ. തരണോന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്റെ മകളായ കൈമളേട്ടന്റെ മരുമകള് സമ്മതിച്ചിട്ട് വേണ്ടേ? ഇതൊക്കെ മരുമകളുടെ അവകാശമാണത്രേ. അതെ, ഇതും അവളുണ്ടാക്കിയ കാപ്പിയാ കേട്ടോ. ഞാൻ എടുത്തോണ്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ഓൾഡീസ് ഗോൾഡുകൾ ഇരുന്ന് വാചകമടി. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് എന്നാ മക്കളെടുത്ത് വേസ്റ്റ് ബാസ്കറ്റിലേക്ക് ഇടുമെന്ന് തോർത്ത് വിഷമിക്കുകയായിരുന്നു. അതൊന്നും വരില്ല. ഏത് മക്കളില്ലാതായാലും എന്റെ അമ്മ ശ്രീമതി നന്ദിനി ദേവി നിങ്ങൾക്കുണ്ടാവും. ദേ അത് കറക്റ്റ്. ഞാൻ ആ നന്ദിനി ദേവിയുടെ കാര്യം പറയാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്താ മോളെ? എന്താ അവിടെ ഒരു ചർച്ച? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. ചെറിയച്ഛനും എന്റെ വല്യമ്മാവനും കാർത്തികനും കൂടി വേണ്ടതായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കിട്ടില്ലല്ലോ, അവരോട് പിന്നെ പറയാം. നീ വലിച്ചു നീട്ടാതെ കാര്യം പറ മീനാക്ഷി. അത് എങ്ങനെയാ പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. അതെ, നിനക്കിനി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഒരു സ്ക്വയർ പേപ്പർ വാങ്ങിച്ച് അതിലെഴുതിട്ടാ. അല്ല പിന്നെ അച്ഛന്റെ അമ്മയുടെയും കാര്യം ഇനിയെങ്കിലും അവരെ അകറ്റി നിർത്താതെ അവരുടെ കല്യാണം നടത്തിക്കൂടെന്നാ എന്റെ ചോദ്യം. ആ അത് ശരി, ബ്രോക്കറായത്. അച്ഛന്റെ അമ്മയുടെ കല്യാണത്തിന്റെ ബ്രോക്കർ. മുത്തശ്ശൻ എന്ത് പറയുന്നു? ചെറുക്കന്റെ അച്ഛനുള്ള തീരുമാനം എടുക്കേണ്ടത് പെണ്ണിന്റെ അമ്മയാ. ആ പെണ്ണിന്റെ അമ്മയോട് ചോദിക്കേ. പെണ്ണിന്റെ അമ്മയ്ക്ക് 100 വട്ടം സമ്മതം. അവന്റെ കേസും കഴിഞ്ഞു. ഇനി അവരിങ്ങനെ അകന്നു കഴിയുന്നത് ശരിയല്ലെന്നാ എന്റെ അഭിപ്രായം. നീ എന്തു പറയുന്നു മോളെ? ഓ, എനിക്ക് സന്തോഷം തന്നെ അമ്മേ. അവർക്കും വേണ്ട ഒരു ജീവിതം. അതെ, പക്ഷേ നന്ദിനിയടത്തി സമ്മതിക്കുമെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ആഹാ, ആ ദേ ബ്രോക്കർ ഫീസ് മേടിച്ച് എന്റെ കൈ തന്നേക്കണം. ഞാനാ നിന്റെ അമ്മായിയമ്മ, കേട്ടല്ലോ. അവന്റെ സമ്മതമായിരിക്കാം. എന്നാലും ജയറാമനോടൊന്നും ചോദിക്കണ്ടേ? ചോദിക്കണം. അച്ഛൻ മുറിയിലുണ്ട്, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ഇതെന്തായാലും നല്ല കാര്യമാ. ഇനി ഇവിടെ മാധുരിമാര് വലിഞ്ഞേറാൻ സാധ്യതയില്ല. ഒരു മാധുരി ഇതിനകത്തുണ്ട്. അവളെ ഞാൻ പൊരിച്ചോളാം. ആ എന്താമ്മേ? പേടിക്കണ്ട മോനെ, നീ ഇരിക്കും. ഒരു നല്ല കാര്യം പറയാനാ നിന്നെ വിളിച്ചത്. കൈമളേട്ടൻ പറയേ. രാജലക്ഷ്മി പറ. കൈമളേട്ടൻ പറയേ. രാജലക്ഷ്മി പറ. ഓ നിക്ക് നിക്ക് നിക്ക്, ഞാൻ പറയാം. ഏട്ടനൊരു കല്യാണാലോചന. ദേ ഈ നിൽക്കുന്ന മീനാക്ഷി ആശാന കല്യാണ ബ്രോക്കർ. പക്ഷേ ബ്രോക്കർ ഫീസ് അവളുടെ അമ്മായിയമ്മയ്ക്കാ കേട്ടോ. മീനാക്ഷി ആശാനും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മോനെ, നീ ഞാൻ ജീവിച്ച പോരല്ലോ. അതുകൊണ്ട് നിനക്ക് ഞങ്ങളൊരു കല്യാണം ആലോചിക്കുക. ആ ദേ പെണ്ണേതാന്നല്ലേ ഏട്ടനിപ്പോ ആലോചിച്ചത്? അതെ, അക്കാര്യത്തിൽ നീ പേടിക്കണ്ട. ബ്രോക്കർ പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.